കാലയവനികയിൽ മറഞ്ഞെങ്കിലും ഒരിക്കലും മറക്കാത്ത കലാസൃഷ്ടി നമുക്ക് സമ്മാനിച്ച ബഷീറിന്റെ മതിലുകൾ. ചെറിയ പ്രേമകഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞതായി ഓർക്കുന്നില്ല. സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിന്റെ മണം, അതിനെ ഏതെങ്കിലും ഒരു പേരിടാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയുകയാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. സംഭവം കുറെ പഴക്കമുള്ളതാണ്. നമ്മൾ കാലം എന്നൊക്കെ പറയാറില്ലേ, ആ മഹാകാലത്തിന്റെ അക്കരെ നിന്നുള്ളതാണ്. ഞാൻ ഇക്കരെയാണെന്ന് ഓർക്കണം. ഏകാന്തമായ ഹൃദയം അതിന്റെ മഹാതീരത്ത് നിന്ന് വന്നു ചേരുന്ന ഒരു ശോക ഗാനമാണിത്. ഉള്ളിൽ അനേകം മനുഷ്യർ, അനേകം കെട്ടിടങ്ങൾ, തടവുകാരെല്ലാം അകത്താക്കി കഴിഞ്ഞു. നാളെ കാലത്ത് തൂക്കിലേറ്റാണ്. ശിക്ഷ കഴിഞ്ഞ് സ്വന്തം ലോകത്തിൽ പോകേണ്ടവരുണ്ട്. എങ്കിലും ആകെ കൂടി പ്രശാന്തത. ഒന്ന് വേഗം നടക്കാമോ? എങ്ങോട്ടാ അത്ര ധൃതിയില് ഈ ഭൂഗോളത്തിൽ നിന്ന്? എന്നെല്ലാം കൂട്ടിക്കൊണ്ട് കളിച്ചിട്ട് ഓടിപ്പോയി വല്ല കച്ചവടം നടത്താനുണ്ടോ? നിൽക്ക് നിൽക്ക്, ഒന്ന് പരിശോധിക്കട്ടെ. ഇതൊന്നും ഇവിടെ അനുവദിച്ചുകൂടാ. പോലീസുകാർ ദരിദ്രവാസികളല്ല. പാഠം കേട്ടിട്ടില്ലേ? വാടൻ എത്ര മക്കളുണ്ട്? 5 പെണ്ണും ഒരാണും. പാവം വാടൻ, 5 പെണ്ണേ. കുഞ്ഞുങ്ങൾക്ക് താഴേക്കെല്ലാം സുഖം തന്നെയല്ലേ? അതെ അതെ, വേഗം നടക്ക്. നിങ്ങൾ മരിച്ചു പോയാൽ അവിടെ സ്ഥിതി ഉണ്ടാകും. ദൈവരക്ഷിക്കും. എനിക്ക് സംശയമാണ്. അതെന്താ? ദിവ്യജ്ഞാനം അതെങ്ങനെ കിട്ടിയത്? ഞാൻ പണ്ടൊരു വലിയ സന്യാസിയെ. ഞാൻ ചെന്ന് താമസിച്ചില്ലാത്ത വിശുദ്ധ മസ്ജിദുകൾ, പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല. ഞാൻ ചെന്ന് കുളിച്ചിട്ടില്ലാത്ത പുണ്യ നദികൾ, താഴ്വാരങ്ങൾ, കൊടുമുടികൾ, വനാന്തരങ്ങൾ, തകർന്നടിഞ്ഞ് ദേവാലയങ്ങൾ. അതുകൊണ്ട് ദൈവം നിങ്ങളെ വെറുതെ വിടുകയില്ല. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പാടൻ എന്ന് നടത്തിയ തീവട്ടി കൊള്ളയോ? ഞാൻ ഇന്നത് തീവട്ടിക്കൊള്ള നടത്തി. പാടം മരിക്കും. ആ നാവ് ദൈവം സഞ്ചരിച്ചത്. അപ്പൊ ദൈവം ചോദിക്കും, ദരിദ്രവാസിയെ ഹേ ജയിൽവാട്, ആ പാവപ്പെട്ട ബഷീറിന്റെ ഒരു ബ്ലേഡും ഒരു തീപ്പെട്ടിയും 2 കെട്ടി ബീഡിയും എവിടെ? ആ വരൂ, എന്നെ കൊണ്ടുപോയി വെച്ചിട്ട് കച്ചവടത്തിന് പോകേണ്ടതല്ലേ? നല്ല വാടൻ. ഗാന്ധിജി നിരാഹാര കൊടുത്താൽ മരണശൈലാണെന്ന് എന്നാ കാലത്ത് പോലീസുകാരെന്നോട് വാടം എന്ന് പറയുന്നു. അദ്ദേഹം നിരാഹാര വൃത്തം അവസാനിപ്പിച്ച് മധുരനാരങ്ങ നീര് കുടിച്ചു. സന്തോഷം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിങ്ങൾ ജീവിക്കട്ടെ. ആ കേട്ട പെണ്ണിന്റെ ചിരി അത് എവിടെ നിന്ന്? ആ കേട്ട പെണ്ണിന്റെ ചിരി അത് എവിടെ നിന്ന്? കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല,
നിർഭയമായ സെൻട്രൽ ജയിലിൽ അകത്ത് വെച്ച് കൊല്ലുന്ന തൂക്കുമരത്തിന് പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചിരി കേൾക്കും. അതിനുടനെ ഞാൻ കല്യാണം കഴിക്കണം എന്നാൽ മാത്രമേ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ നല്ല ന്യായം. അത് പെൺ ജയിലിൽ നിന്നാണ്. അതിന് തൊട്ടടുത്താണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഇടയിൽ ഒരു മതില് മാത്രമേ ഉള്ളൂ. ശിക്ഷ എത്ര കൊല്ലം? 2 കൊല്ലം കഠിന തടവും 1000 രൂപ പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി മണ്ണും ചുമട്. എനിക്കും പെൺജയിലിന് ഇടയ്ക്ക് ഒരു മതിൽ മാത്രമേ ഉണ്ടായിരിക്കുമല്ലേ? മതിൽ, പെൺജയിൽ, എന്റെ തങ്ക കുടങ്ങളെ. മഹാ അത്ഭുതം! ഞാൻ ചെറിയൊരു ജീവിയാണല്ലോ. എന്നെ രക്ഷിക്കേ. ദിക്കെങ്ങും ഹൃദയമുണർത്തും വന്ദേ ഭാരത ഗീതങ്ങൾ പുതുചേതനമിഴികളിലേന്തും സ്വതന്ത്ര സുന്ദര സ്വപ്നങ്ങൾ. ദിക്കെങ്ങും ഹൃദയമുണർത്തും വന്ദേ ഭാരത ഗീതങ്ങൾ പുതുചേതനമിഴികളിലേന്തും സ്വതന്ത്ര സുന്ദര സ്വപ്നങ്ങൾ. ഞമ്മന്റെ കുടുംബക്കാരനാണ്. അല്ല, നിങ്ങൾ ആരാ? ഇനി മക്കാറാക്കല്ലേ കുറിച്ചു. നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേ? അതെ, ബഷീറാണ്. കുറച്ച് സാഹിത്യമൊക്കെ എഴുതും. കുറച്ചൊന്നും അല്ലല്ലോ, കുറെ കേട്ടിരിക്കുന്നു. നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങൾ എല്ലാവരും രാഷ്ട്രീയ തടവുകാരാണല്ലേ? അതെ, ബഷീർ എനിക്ക് തന്നെയാണല്ലേ രാജ്യദ്രോഹം. ഇവറ്റയ്ക്കൊന്നും നേരം എടുത്തിട്ടില്ല. ബഷീറെ, ഞാൻ വക്ക്. ബഷീറെ, നമ്മളെ ഹൈദ്, ഇത് ഈനോ ഫ്രൂട്ട് സലാഡ്. ഇത് ഉണ്ടെങ്കിലേ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഉള്ളൂ. ബഷീറെ, ഞാൻ പറഞ്ഞു, ഇത് കാർമാസിന്റെ ക്യാപിറ്റൽ. ഇതെന്നും വായിക്കും. അതൊരു ശീലാണ്. നല്ലൊരു ശീലാണ്. ഇത് മാറ്റരുത്. ബഷീറെ, എനിക്കറിയുന്നത് ചീന്തയാണേ. നമ്മുടെ സലാമിലെ ഞാൻ പഠിപ്പിച്ചു തരാം. കഞ്ഞി. ആ ചോദ്യ തൊപ്പിക്കാരൻ അതാരാണ്? ഓനാളെ കൊന്നിട്ട് ഇങ്ങോട്ട് വന്നേക്കണത്. തൂക്കിക്കില്ല, ജീവരുന്ന കഠിന തടവ്. പിന്നെ ബഷീറെ, എനിക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ വാടെടുത്ത് ചോദിച്ചാൽ മതി. ചായ കുടി പറിച്ചിറക്കി തരും കേട്ടോ. ബഷീർ, എന്നാ നീയോ? ഒരാളെ പറഞ്ഞയക്കാൻ വയ്യായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും കാണുമായിരുന്നല്ലോ. ഹ്, നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്നറിഞ്ഞാൽ നിനക്കത് കുറച്ചില്ലല്ലേ ബഷീർ? എടാ, നീ എന്റെ ക്ലാസ്മേറ്റ് ആണോ? കള്ളപ്പൊടിക്കൂസേ, പുല്ലേ. പറ, എന്താ നിന്റെ ശിക്ഷ? എന്താ നിന്റെ കുറ്റം? രാഷ്ട്രീയം തന്നെ. നിനക്കറിയില്ലേ എന്റെ കാര്യങ്ങളൊക്കെ? പണ്ട്
ജയിലിലൊരു സംഭവമുണ്ടായി. എല്ലാവരും വരിവരിയായി നിൽക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തെ മതിലിൽ ഒരു പൊത്തുണ്ട്. ആ പൊത്തിലൂടെ നോക്കിയാൽ തൊട്ടപ്പുറത്തെ പെൺജയിൽ കാണാം. ബഷീറേ, ആ പെൺജയിൽ കാണാനാടാ ഈ തിക്കും തിരക്കൊക്കെ. എന്താണ് അവിടെ? അത് ശരി. ഇനി ഈ പൊത്തിനുള്ളിൽ നോക്കണമെങ്കിൽ 1.5 അണ തരണം. 1.5 അണയോ? അതൊന്നും ഇവിടെ തരാൻ പറ്റില്ല. പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ ആ തള ഞാൻ അടയ്ക്കും. ഇല്ല സാർ, ഞങ്ങൾ തരാം. അയാളൊരു കുശാടനൻ. ഇല്ല, 1000 പൈസ ഇല്ല. ആ തുള അത് ഞാൻ അടയ്ക്കും. നായിന്റെ മോനെ, നീ ഒറ്റയ്ക്കാണോ? എന്റെ നാട് പറയുന്ന പിടിച്ചോ. ബഷീറേ, അങ്ങനെ ഞാൻ ഈ അവസ്ഥയിലായടാ. എന്നാ പോട്ടടാ. നമസ്കാരം ബഷീർ. ഞാൻ അനിയൻ ജയിലർ. നമസ്കാരം, ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഞാന് ഈ ലോകകപ്പൊക്കെ ഒന്ന് പരിശോധിക്കാനെന്ന വ്യാജേനെ ബഷീറുമായി പിന്നെയും അറിഞ്ഞിരിക്കാൻ വന്നതാണ്. ഹ, അത് നന്നായി. എനിക്ക് കുശലം പറയാൻ ഇവിടെ അണ്ണാരക്കണ്ണന്മാരുണ്ട്, ഈ ചെടികളുണ്ട്, പിന്നെ സാറും. കേട്ടോ ബഷീർ, എനിക്കൊരു വളർത്തു നായുണ്ട്, അൽസേഷ്യൻ. അവന്റെ പേര് ജോക്കർ. അവന് ഞാൻ കുറച്ച് പരിശീലനങ്ങളൊക്കെ നൽകാറുണ്ട്. മരടോ പരടോ അതോ മാർച്ചോ? അത് കൊള്ളാമല്ലോ ബഷീർ. ബഷീറേ, അവൻ നമ്മൾ കഴിക്കുന്നതൊക്കെ തന്നെയാ കഴിക്കാറ്. പിന്നെ ബഷീറിന്റെ പട്ടിക്കഥകൾ, അതേപോലെ ആനയുടെ ആമയുടെ കഥകളൊക്കെ നല്ല രസമാ. ബഷീർ, എനിക്കൊരു ചായ വേണം. ഹ, അതെങ്ങനെ മനസ്സിലായി ഇവിടെ ചായ ഉണ്ടെന്ന്? രാവിലെ തൂക്കിലേറ്റാൻ പോകുന്നവർക്ക് ചായ കൊടുക്കുന്ന ശീലം അത് ഞാൻ കണ്ടിട്ടുണ്ട്. അനിയൻ ജയിലർ സാർ, മരണത്തെ 2 പേർക്ക് നേരിടാം. ഒന്ന് ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടും. നമ്മൾ എന്തായാലും മരിക്കും. അപ്പോ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക. മംഗളം. നല്ല ചായ. ഹായ്, അനിയൻ ജയിലർ സാർ. സുഖമല്ലേ? സുഖം, പരമസുഖം. ബഷീറേ, എന്നാ ഞാൻ എടാ ബഷീറേ, ഈ ആള് കൊള്ളാലോ. ഈ ഇവിടെ ഒരു പൂന്തോട്ടാക്കിയല്ലോ. അതിലെ പൂ ഞാനും. പിന്നെ ഇവിടെ കുറെ കീടങ്ങളും. കേട്ടോ, നമ്മുടെ സൂപ്രണ്ട് സാറിനെ വിട്ട് ഒരുപാട് ചെടികളുണ്ട്. അതെല്ലാം കൊടുത്തയക്കുന്നത് ഈ ഉള്ളവനാണ്. പിന്നെ സൂപ്രണ്ടുമായിട്ടുള്ള ചെന്നാട്ടം, അത് നമ്മുടെ ചോദ്യതൊപ്പിക്കാർക്ക് അത്ര പിടിക്കുന്നില്ല. ഞാനത് ഇട്ടു പിന്നീട്. അനിയൻ ജയിലർ സാർ വഴിയാണോ ഇതെല്ലാം ചെയ്തത്? ആ കുശാന്റെ വാർഡിൽ ഇതൊന്നും കാണണ്ട. അയാൾക്ക് ഇതൊന്നും പിടിക്കില്ല. അനിയൻ ജയിലർ സാർ പാവ, കുറച്ച് മനുഷ്യപ്പറ്റൊക്കെ ഉണ്ട്. എന്റെ പോർജു ഇനി എന്താ പറയുന്നേ? മനുഷ്യന്മാരെ ആദ്യം കാണുമ്പോൾ എല്ലാവരും പാവങ്ങൾ തന്നെയാണ്. അണ്ടിയോടെ എടുക്കുമ്പോൾ അങ്ങനെ കൂടിയാലുള്ളൂ. പോലീസുകാരനും നല്ല മനുഷ്യരുണ്ട്. എന്നിട്ടാണോ നിന്റെ ക്ലാസ്മേറ്റിനെ മുക്കാലി കെട്ടിയുള്ള അടി 2 ഡസനാക്കിയത്? അതും ശരിയാണ്. ഞാൻ അധികം പുള്ളി തന്നെയാണ് ഇവിടെ ചെടികളോട്
വീട്ടിൽ പൊറിഞ്ചു, പടുകുന്നത്ത് ബക്കർ, ആടിക്കൊല്ലി ഹംസ, പടിഞ്ഞാറേപ്പുര ഹൈദരലി, ബഷീർ. ഇതില് ബഷീറിന്റെ പേര് മാത്രം ഇല്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് അകപ്പാടുള്ള സമ്പാദ്യം ബഷീറെ, ഇതല്ലാണ്ട് എന്റെ കയ്യിൽ തരാൻ വേറൊന്നുമില്ല. അവർക്ക് തെറ്റ് പറ്റിയതാണോന്ന് ഞാൻ നോക്കി. അല്ല ബഷീർ, നിങ്ങൾക്ക് ശരിക്കും ഇത് കാൾമാക്സിന്റെ ദി ക്യാപിറ്റൽ അനിയൻ സാറിനെ ഏൽപ്പിക്കുന്നു. ബഷീർ. ഇല്ല, എനിക്കിതിനൊന്നും താല്പര്യമില്ല. ജീവിതത്തിന്റെ ചൂടും വെളിച്ചമെല്ലാം പോയിപ്പോയിരിക്കും. എന്നാ ഞാൻ ഇങ്ങനെയുള്ള ഘോരരാത്രി വരട്ടെ, രക്ഷപ്പെടണം, വരട്ടെ. ആരാ ഇവിടെ ചൂളമടിക്കുന്നത്? ആരാ ഇവിടെ ചൂളമടിക്കുന്നതെന്ന്? ഞാനാ? നിങ്ങളാരാ? പേരെന്താ? ബഷീർ. നിങ്ങളുടെ പേരെന്താണ്? നാരായണി. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. നാരായണി, എഴുതാനും വായിക്കാനൊക്കെ അറിയും? ശകലം അറിയാം. 14 വർഷത്തേക്കാണ് കഠിന തടവ്. ഒരു കൊല്ലമായി. സന്തോഷമില്ലാത്തൊരു കൊല്ലം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിലേക്ക് വന്നത്. അങ്ങനെയാണോ? എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, ഇവിടെ എല്ലാവരും എല്ലാം അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. അവള് പറയുന്നത് കേട്ടോ, ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ലെന്ന്. എനിക്ക് പെൺജയിലിനെ പറ്റി എന്തറിയാം? അവിടുത്തെ സ്ത്രീകളെ പറ്റി എന്തറിയാം? ഒരു റോസാച്ചെടി തരികയില്ലേ? നാരായണി, എന്തോ? ഈ ഭുവനത്തിലെ എല്ലാ പനിനീർ ചെടികളും നാരായണിക്ക് ഞാൻ തരും. ഒന്ന് മതി, ഒരെണ്ണം മതി. നാരായണോടെ നിൽക്കും കേട്ടോ, ഒന്നിപ്പോ കൊണ്ടുവരാം. കേട്ടു. എന്താ കളർ സൂചന ഒരു മരത്തിക്കാൻ നാരായണി, നാരായണി, എന്തോ? ഞാൻ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒളിച്ചിരിക്കുവായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ, എന്തോ ദൈവത്തിന് ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നുവെങ്കിൽ, ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല നാരായണി. ദൈവം നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്. പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലെ വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് അത് ഞാനല്ലേ? എന്നിട്ടെന്തേ ഞാൻ വിളിച്ചിട്ട് ഇത്രയും നേരം മിണ്ടാതിരുന്നത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. എവിടെ? മതിലിലോ? അല്ല, പിന്നെ? ഓരോ ഇലയിലും, ഓരോ പൂവിലും, ഓരോ കമ്പിലും
എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. ഞാൻ പൂക്കളെല്ലാം തുള്ളി എടുത്തു വെക്കാൻ പോവുകയാണ്. എവിടെ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ എന്റെ ഹൃദയത്തിനുള്ളിൽ. അതിലെന്റെ ചുംബനങ്ങളുണ്ട്. എന്റെ ദൈവമേ, എന്താ എനിക്ക് നാരായണി? കരച്ചില് വരുന്നു. കാരണം എന്താണ്? എനിക്ക് അറിഞ്ഞുകൂടാ. നാരായണി, എന്തോ? കാരണം എന്താണ് നാരായണി? ഞാൻ പൂക്കളെല്ലാം നട്ടു നനച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിൽ നോക്കണം. ഞാൻ ഉണക്കക്കമ്പുകളിടും, ഞാൻ നോക്കിയിരിക്കും. കമ്പുകളിടും. ഞാൻ കാത്തിരിക്കും. നോക്കുമോ? നോക്കും. നാരായണി, എടി നാരായണി. എന്താ എന്താ വേണ്ടത്? ഓ, അങ്ങനെയാണോ? പിന്നല്ലാതെ കമ്പർക്കായുടെ പുഴ പറഞ്ഞു പോയി. ഞാൻ തടവി ശരിപ്പെടുത്തി തരാം. എന്നാ തടവി ശരിപ്പെടുത്തിത്താ. ഞാൻ മതിലിന് മേലെ കൈകൾ കൊള്ളിച്ചു വെച്ചിരിക്കുകയാ. ഞാൻ മതിൽ തടവുന്നുണ്ട്. ഞാനും. നാരായണി, എന്തോ? അവിടെ എന്തോ സ്ത്രീകളുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളിപ്പെണ്ണെ, നേര് പറയണേ. ഇവിടെ കുറേയുണ്ട്. എല്ലാ പടി കിഴവികളാ. എത്ര? 87. സുന്ദരികൾ എത്ര? കിഴവികൾ എത്ര? ഒരു സുന്ദരിയും ബാക്കി 86 പടി കിഴവികളും. നിങ്ങളുടെ ചെറിയ റോസാ ചെടികളിൽ ഇല്ല, ഇവിടെ റോസാച്ചെടികളൊന്നുമില്ല. ഞാനേ ഉള്ളൂ. കേൾക്കണുണ്ടോ? കേൾക്കുന്നുണ്ട്. അതെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ വജ്ര വറുത്ത് പിടിച്ചത് സഞ്ചിയിലാക്കി തരാം. ചക്കര ചേർത്ത് തിന്നുമോ? തിന്നും. ഇല്ല, വലിച്ചെറിഞ്ഞു കളയും. ഞാനോ? ഒരു തരി പോലും കളയില്ല. മുഖം എങ്ങനെ? ഞാൻ ഒരു ശകലം നീണ്ടു വെളുത്തതാ. മുടി ക്രോപ്പ് ചെയ്തിരിക്കും. കുറച്ച് കഷണ്ടിയുണ്ട്. കണ്ണുകൾ? ചെറിയ ആന കണ്ണുകളാണ്. എന്റെ വലിയ വലിയ ആനക്കണ്ണുകളാ. അരക്കെട്ടോ? എന്റെ അരക്കെട്ട് ഒതുങ്ങിയതാ. നിന്റെയോ? എന്റെ അരക്കെട്ട് എങ്ങനെയാണോ പറയാൻ മനസ്സില്ല. പീപ്പക്കുട്ടി പോലത്തെയാ? ഓ, എനിക്ക് കടിച്ചു കയറി തിന്നാൻ തോന്നുന്നുണ്ട്. നാരായണി, എന്തോ? നിറമേത്? എവിടത്തെ? സുന്ദരമായ നിന്റെ മുഖത്തിന്റെ. കുറച്ച് വെളുത്തതാ. നാരായണി, എന്തോ? പെണ്ണിന്റെ മണം അവ എനിക്ക് അനുഭവപ്പെട്ടു. അയ്യേ, ഇപ്പോഴോ? ഇപ്പോഴല്ല, പിന്നെ? ഞാൻ ഈ ജയിലിൽ വന്നു കയറി ഇങ്ങ് വരുമ്പോ. അതിനി എന്റേതായിരിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടാ നാരായണി. ആൺശരീരത്തിന്റെ മണം. അവിടുത്തെ മണം എങ്ങനെയായിരിക്കും? എനിക്കറിയില്ല. പക്ഷെ നിന്റെ ശരീരത്തിന്റെ ആ മണം കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടണില്ല. അസത്ത മതില്. നാരായണി, ഈ മതില് പണ്ടൊരു ദ്വാരം ഉണ്ടായിരുന്നു. ആ, സിമന്റ് അടിച്ച ഭാഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കിയിട്ടുമുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പേ അതൊക്കെ അടച്ചുപോയി. ഞാൻ ആ ഭാഗം മണപ്പിച്ചു നോക്കി. അതടച്ച വാതിനെ ഒരാള് തല്ലിയാളെ മുക്കാലെ കെട്ടിയിട്ട് അടിച്ചു. അടി ഓരോന്നും ഇവിടുത്തെ സ്ത്രീജനങ്ങൾ വേദനയോടെ എണ്ണി. മുക്കാലി കെട്ടി 36 അടി അടിച്ചു. അത് ഇവിടുത്തെ പുരുഷന്മാരും വേദനയോടെ എണ്ണി. കഷ്ടമായി പോയി. അടി കൊണ്ട് അവന്റെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ നാട്ടുകാരൻ. നേരോ? നേര്. നാരായണി, എന്തോ? ഞാൻ കുറച്ച് കായകൾ തന്നെ വാങ്ങും. വാങ്ങൂ. കിട്ടിയോ? ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്ക്. നാരായണി
ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെ പറ്റി ഒന്നും പറയുക സാധ്യമല്ല. ആരെപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ഓർക്കും. എങ്ങനെ ഓർക്കും? എന്റെ ദൈവമേ, അങ്ങ് എന്നെ എങ്ങനെ ഓർക്കും? ഇതുവരെ തൊട്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഓർക്കും? നാരായണൻ അടയാളം ഈ ഭൂഗോളം മുഴുവനുണ്ട്. ഈ ഭൂഗോളം മുഴുവൻ ഉണ്ടെന്നോ? അങ്ങ് എന്തിനാണ് മുഖസ്തുതി പറയുന്നത്? മുഖസ്തുതി അല്ല നാരായണൻ, പരമ സത്യം. ഈ മതിലുകൾ മതിലുകൾ ആശുപത്രിയിൽ എന്ന് വരാമെന്ന് ഞാൻ നാളെ പറയാം. നമസ്കാരം ബഷീർ. നമസ്കാരം സാർ. സുഖമല്ലേ? സുഖല്ലേ? ബഷീറിനെ ഞാൻ ഇതുവരെ സാധാരണ വസ്ത്രത്തിൽ കണ്ടിട്ടില്ല. എന്താ സാർ? ബഷീറിനെ അത് ജുബ്ബയും മുണ്ടും ഇതൊന്ന് ധരിക്കൂ. മുഷിഞ്ഞു പോകും സാർ. സാരമില്ല, അലക്കാം. മുഷിയില്ലേ? Why? Why should you be free? Who wants freedom? നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തേക്ക് പോകാം. ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രനാണ്. സ്വതന്ത്രൻ, സ്വതന്ത്ര ലോകം. ആർക്ക് വേണം സ്വാതന്ത്ര്യം? മറ്റൊരു ജയിലിലേക്ക് വേണമല്ലോ പോകാൻ.